ഈ വീഡിയോയ്ക്ക് ഒരു ഷോർട്ട് വേർഷനും ഉണ്ടാവും, ലോങ് വേർഷനും ഉണ്ടാവും. നിങ്ങളിപ്പോൾ തീരെ ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ്, അധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് എന്തിനാണ്? എക്സാം ഡേറ്റ് അറിയാനും സ്പെഷ്യൽ ടോപ്പിക്സ് ഏതാണെന്ന് അറിയാം അല്ലേ? അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ മെയിൻസ് നേടിയെടുക്കണം എന്നുള്ള വിശ്വാസം, എന്നുള്ള ആഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മതി. ബിക്കോസ് പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസിന്റെ ആ ഒരു പീരീഡ് ആണല്ലേ. മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒന്ന് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസ് എക്സാം എന്ന് പറയുന്നത് വെറും ഒരു പരീക്ഷ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ തലവരെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറകളുടെ ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കാൻ കപ്പാസിറ്റി ഉള്ള വലിയൊരു അവസരമാണ്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണാം. ഷോർട്ട് വേർഷൻ എന്നാണ് എക്സാം വരാൻ പോകുക അല്ലെ? ഇപ്പൊ ഓഗസ്റ്റിലെ കലണ്ടർ വന്നു. ഓഗസ്റ്റിലെ കലണ്ടറിൽ ഡിഗ്രി മെയിൻസ് എക്സാം ഓഗസ്റ്റിലുണ്ട് എന്ന് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ PSC അറിയിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ ഡിഗ്രി മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെപ്റ്റംബറിലാണ്. നമ്മുടെ മുമ്പിൽ തീരെ സമയമില്ല. ഇപ്പൊ നമുക്കിപ്പോൾ ഏകദേശം ഉറപ്പാണ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ആവുന്നത് വരെ അല്ലേ? പക്ഷെ സിലബസ് വന്നിട്ടില്ല. പക്ഷെ ഈ മാസം തന്നെ, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സിലബസ് വരും. സിലബസിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്താണെന്നുള്ള കാര്യത്തിലായി നിങ്ങൾക്ക് സംശയം. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും കേരള ഗവർണൻസിന് ടോപ്പിക്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഫ്രെയിംവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. ഷോർട്ട് വീഡിയോ ആണ്, 2x പീരീഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ തീർന്നോളൂ. ഓക്കെ, എപ്പോഴും പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ടെലിഗ്രാമിൽ ഡെയിലി രാവിലെ ഇരുന്ന് ഫ്രീ മോക്ക് ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. മെയിൻസ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അതൊന്ന് അറ്റൻഡ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ഡിഗ്രി മെയിൻസിന്റെ പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ആണ് പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി, വിജയം ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ ഡിഗ്രി മെയിൻസിൽ വന്ന രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. എന്റെ കൂടെ ഒന്നിരുന്ന് ഈ ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കണം. ബിക്കോസ് ഇത് സിലബസ് വരുന്നവരെ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ഒഫീഷ്യലി വരുന്നവരെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. പെട്ടെന്ന് കാണുമ്പോൾ ഇതെന്താണ്? ലുഡോവിക്കോ ഡി വെർഥമ, ഇതൊക്കെ ആരാണ്, എന്താണെന്നൊക്കെ ആലോചിക്കുന്ന ചോദ്യം സ്കിപ്പ് ചെയ്യും. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ സ്മാർട്ട് ആയിട്ട് ചിന്തിച്ചേ. കാര്യം മെയിൻസ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റിയുടെ കൂടെ ഒരു എക്സാം ആണ്. കറക്കി കുത്തി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും നോക്കിയേ. ഇന്റലക്ച്വലി കറക്കി കുത്തി, കോമൺ സെൻസ് വെച്ചിട്ട്. ഇതിനകത്ത് ഒരു മുസ്ലിം നാമധാരിത മാത്രമല്ലേ ഉള്ളൂ, സൈനുദ്ദീൻ മക്തൂം. ഇവിടെ നോക്കിയേ, ഒരു ഇസ്ലാമിക് നെയിം ഇത് മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് കണക്ട് ചെയ്തേ. B4 ആണ്. B4 എന്ന ഒരേ ഒരു ഓപ്ഷൻ C അല്ലേ? C കിട്ടി. ഇതാണ് കഴിഞ്ഞ ഡിഗ്രി മെയിൻസിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കണ്ട ഡിഫിക്കൽട്ടി തോന്നുന്ന പല ചോദ്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ രീതിയിൽ നിങ്ങളുടെ തലച്ചോറ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണം. സിലബസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ രീതിയിൽ നിങ്ങൾ തലച്ചോറ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണം. പക്ഷേ നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ C എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? C എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ഇതിന് വരാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും. ഇത് അധികം കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇനി ഈ ചോദ്യം വരുമ്പോൾ അവിടെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് ഒന്നും വർക്ക്ഔട്ട് ആവത്തില്ല. നമ്മൾ പഠിച്ച് തന്നെ ഉത്തരത്തിലേക്ക് എത്തണം. കാര്യം PSC ഇവിടെ വ്യക്തമായ സൂചന തന്നു കഴിഞ്ഞു. അതിന് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം. മുൻകാല വർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രവചിച്ചുകൊണ്ട് പഠിക്കണം. ആ പഠനമാണ് നമുക്കിനി വേണ്ടത്. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഞാൻ താഴോട്ട് പറഞ്ഞുതരാം. ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഈ ഒരു ചോദ്യം നോക്കിയേ, മറ്റൊരു ഡിഗ്രി ലെവലിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ് അല്ലെ? ഇത് കണ്ടാൽ പെട്ടെന്ന് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ കോമൺ സെൻസ് വെച്ച് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയേ പിള്ളേർ, ഒന്ന് നോക്കിയേ. ഈ ചോദ്യം എന്താണ്? പ്രോജക്ട് ഇൻസൈറ്റ് വിവാസ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണല്ലോ. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലേ, നമ്മുടെ ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ D അല്ലെങ്കിൽ C ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. 2 എന്ന് പറയുമ്പോൾ D അല്ലെങ്കിൽ C വരത്തുള്ളൂ. ഓക്കെ, കിടക്കുന്നുണ്ടല്ലേ? വിശ്വാസത്തിനെ സംബന്ധിക്കുന്ന സ്കീമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന സംഭവം ഒരു പ്രശ്നം പരിഹരിക്കുന്നത്, സെറ്റിലിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിസ്പ്യൂട്ട്സിനകത്താണോ വരുന്നത്, അതോ ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ റിസീവ് ചെയ്ത് സിന്തസൈസ് ചെയ്തിട്ടാണോ വരുന്നത്? പോട്ടെ, സംശയം ഡൗട്ട്ഫുൾ നിങ്ങൾ വിട്ടേക്കാം. 3 എന്ന് പറയുന്നത് അല്ലെ, കാര്യം വിശ്വാസം സമാധാനം എന്നൊക്കെയുള്ളത് മലയാള വാക്കുകളാണ്. നമുക്ക് അത് വെച്ചിട്ട് ലോജിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും നോക്കാം. 3 എന്ന് പറയുമ്പോൾ BO DO AO വരുന്നുള്ളൂ അല്ലെ? C എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ B D അല്ലെങ്കിൽ A വരും. സമാധാനം. ഈ സമാധാനം നമുക്ക് കിട്ടേണ്ടത് എവിടാ? നമ്മുടെ ഗ്രീവിയൻസ് റിഡ്രസൽ അല്ലേ? നമ്മുടെ പരാതി പരിഹരിക്കുമ്പോഴാണോ സമാധാനം കിട്ടേണ്ടത്, അതോ ഇന്ററാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണോ സമാധാനം കിട്ടേണ്ടത്, അതോ
എഗെയിൻ ഡേറ്റ റിസീവ് ചെയ്ത് ഫ്രം വേരിയസ് ഏജൻസീസ് കളക്ട് ചെയ്യുമ്പോഴാണോ സമാധാനം കിട്ടേണ്ടത്? അപ്പൊ അത് കാണുമ്പോൾ തന്നെ 3 എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നം പരിഹരിക്കപ്പെടല്ലേ സമാധാനം കിട്ടേണ്ടത്. കൂടുതൽ തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ ഏതാ? അപ്പൊ 3 എന്ന് പറയുന്നത് ബി ആയേ വരത്തുള്ളൂ. അതൊരു ഫേസ്ലെസ് അസസ്മെന്റ് 3B ആണെങ്കിൽ ഇതിന്റെ ഉത്തരം ഒന്നുകിൽ എ വരും അല്ലെങ്കിൽ ഡി വരും അല്ലെ. 3B ആണെന്നിരിക്കട്ടെ. അങ്ങ് 3B എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലെ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തോളെ. 3B എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ എയും ബിയും ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് കണ്ടോ എ ആണെന്നുള്ളത് ഉറപ്പിച്ചു. കാര്യം രണ്ടിലും എ ആണ്. അല്ല 4C അല്ലെങ്കിൽ എ വരും. ഫേസ്ലെസ് അസസ്മെന്റ് സ്കീം അല്ലെ, മുഖം നോക്കാതെ അസസ് ചെയ്യുന്ന കാര്യം. ഫേസ്ലെസ്, മുഖമില്ല. ഫേസ്ലെസ് എന്ന് പറയുന്നതും ഫിസിക്കൽ ഇന്ററാക്ഷൻ, ശാരീരികമായിട്ട് ഫേസ് ശരീരത്തിന്റെ ഫിസിക്കലിന്റെ ഭാഗമാണോ? ഫിസിക്കൽ ഇന്ററാക്ഷൻ കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മളല്ലേ കൂടുതൽ മാച്ച് ആയിട്ടിരിക്കുന്നത്. അതോ സെറ്റിലിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിസ്പ്യൂട്ടിലാണോ? ഫേസ്ലെസ്, മുഖമില്ലാത്ത അവസ്ഥ, അത് മുഖത്തിന്റെ ഇന്ററാക്ഷൻ കുറയ്ക്കുന്നത്, ഫിസിക്കൽ ഫേസ്ലെസ് ഇന്ററാക്ഷൻ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന് വരാൻ സാധ്യതയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്നാൽ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ബി മാത്രമാണ്. അപ്പൊ എക്സാം ഹോളിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ റാങ്ക് ഹോൾഡർ ആയത്. ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസ് ഇത് ചുരുങ്ങിയ സമയത്തുള്ള ഇത്രയധികം റിസൾട്ട് നേടാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ്. ആഴത്തിൽ പഠിക്കണം. സ്പെഷ്യൽ ടോപ്പിക്സ് ആയിക്കോട്ടെ, ഓരോ ടോപ്പിക്കും ആഴത്തിൽ പഠിക്കണം. സ്റ്റിൽ ഇതുപോലെ അറിയാത്ത ചോദ്യങ്ങൾ വരും. അറിയാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് അതും ഇതൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ തലച്ചോറൊന്ന് ട്യൂൺ ചെയ്ത് വാമാക്കി വെക്കുക. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എലിമിനേഷൻ ടെക്നിക്സിന്റെയും കറക്കിക്കുത്തിന്റെയും വീഡിയോസ് ചാനലിൽ തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകൾ ഈ രീതിയിൽ തന്നെയാണ് ക്ലാസ്സിൽ എടുത്തു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റിനെ പറ്റി ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഇതിൽ കമ്പനി ബോർഡിന്റെയും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഈ ഗവർണൻസും ആയിരിക്കും. ഇപ്പൊ എക്സ്പേർട്ട് സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എന്നൊക്കെ പറഞ്ഞ സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പിന്നീട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സിലബസിനകത്ത് NDPS ആക്ട്, കോപ്റ്റ ആക്ട് അതൊക്കെ വരും. സബ് ഇൻസ്പെക്ടറിന്റെ സിലബസിൽ വലിയ മാറ്റം കാണില്ല. കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് തന്നെ ആവാനാണ് 99% സാധ്യത. അപ്പം നിങ്ങളിപ്പോ കോമൺ ടോപ്പിക്സ് വെച്ച് പഠിച്ചു തുടങ്ങിക്കോളൂ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങിക്കോളൂ. ലൈഫ് സയൻസ് എന്തായാലും കാണും, ഉറപ്പായിട്ടും കാണും അല്ലെ. അത് SIക്ക് വേണ്ടി എല്ലാത്തും ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി SIക്ക് കാണത്തില്ല. അപ്പോ കേരള ഗവർണൻസ് എന്തായാലും കാണും. ആ ഒരു പേരിട്ട് വിളിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇത് കാണും. ലാൻഡ് റിഫോം മൂവ്മെന്റിനെ പറ്റി പഠിക്കേണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. ഈ ഡേറ്റ് വന്നിട്ടോ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിട്ടോ സിലബസ് വന്നിട്ടോ പഠിക്കാനിരിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് തന്നെ പഠിച്ചു തീർക്കാൻ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പഠിച്ചു തീർത്ത് സെറ്റാക്കി വെക്കുമ്പോൾ ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് അപ്പം അതിരുന്ന് പഠിക്കാം. നമ്മൾ അന്യഗ്രഹ ജീവികളോടല്ലല്ലോ, എല്ലാവരും ഒരേ സമയത്ത് തന്നെ പഠിച്ചു തുടങ്ങുന്ന സ്പെഷ്യൽ ടോപ്പിക്സ്. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് വരുന്നതിന് മുമ്പേ മറ്റ് ടോപ്പിക്സ് ഫിനിഷ് ചെയ്ത് വെക്കുകയും ഈ എലിമിനേഷൻ ടെക്നിക്സ് പോലുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ പോകുന്നത്. മടിച്ചിരിക്കരുതെന്നാണ് പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം. ഉഴപ്പി അടിച്ചിരിക്കരുത്. അതിനുള്ള സമയമോ സാഹചര്യമോ ലക്ഷ്യമോ നിങ്ങൾക്കില്ല അല്ലെ. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്ന ഒരു ബാച്ചാണ് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച്. ഇത്രയും മെയിൻസ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കോച്ചിങ് ലഭിക്കും. അപ്പൊ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ തീവ്രമായ പരിശീലനം, ഓരോ ടോപ്പിക്കിന് ഇൻഡെപ്ത് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. പക്ഷേ അനാവശ്യമായി നിങ്ങൾ സമയം കളയേണ്ടാത്ത രീതിയിലായിരുന്നു ക്ലാസ് എടുക്കുക. വലിച്ചു വരെ പഠിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പൊ ഒരു 500 പേജ് നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്ന് 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഒരു 10 പേജിൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സോ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ആഴത്തിൽ പഠിപ്പിക്കും. സ്മാർട്ട് വർക്ക് ചെയ്യാൻ എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ ഡെമോ ക്ലാസ്സുകൾ കണ്ട് തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങളുടെ ഒരു പഠന നിലവാരം നന്നായിട്ട് ഉയരും. നല്ലൊരു ഫൗണ്ടേഷൻ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവസാനമായി എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, പഠിച്ചു തുടങ്ങാൻ റെഡി ആയിട്ട് ആരൊക്കെയുണ്ട്? കാര്യം മെയിൻസ് എക്സാം ആണ്. പ്രിലിംസിന്റെ ഒരു ഹാങ് ഓവറിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. മെയിൻസ് എക്സാം ആണ് വരാൻ പോകുന്നത്. പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് വായോ. പിന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നെയും ഞങ്ങളുടെ ടീമിനെ എല്ലാത്തിനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പ്രകടിപ്പിക്കുക. അനുദീപ് അക്കാഡമിയുടെ എന്ന് കമന്റ് സെക്ഷൻ അഫേം ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിലേക്ക് വേണമെന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.